വൈകുന്നേരങ്ങളിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള അതും വളരെ ഈസി ആയിട്ടുള്ള ഒരു അട നമുക്ക് തയ്യാറാക്കിയെടുത്താലോ. ഇത് ഞാൻ തയ്യാറാക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് ഗോതമ്പ് പൊടി എടുക്കാം. ഞാൻ ഇവിടെ 2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. ഏകദേശം ഒരു മെഷർമെൻറ്റ് കപ്പാണ് കേട്ടോ പറയുന്നത്. നമ്മുടെ വീട്ടിൽ ചായയൊക്കെ കുടിക്കുന്ന ഒരു ഗ്ലാസ് അത് തന്നെയാണ് അതിൻ്റെ ഒരു അളവെന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നോർമൽ വാട്ടർ, പച്ചവെള്ളം തന്നെയാണ് ഞാൻ ഒഴിക്കുന്നത്, ചൂടുവെള്ളം ഒന്നുമല്ല. നമുക്ക് ചൂടുവെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് ഇത് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം കുറച്ച് ഒഴിച്ചാൽ മതി, കാരണം ഒരുപാട് ലൂസായിട്ടുണ്ടെങ്കിൽ കുറച്ച് പാടാണല്ലോ. അപ്പോൾ നമ്മൾ കറക്റ്റിന് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് നമുക്ക് നോക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും. ഞാൻ ഒന്ന് കോരി ഒഴിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മിക്സിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. നമുക്ക് ആദ്യം തന്നെ തേങ്ങ ചിരകി എടുക്കാം. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നും പറയാനുള്ള, നമ്മുടെ കയ്യിലുള്ള അനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. പിന്നെ നമ്മൾ ശർക്കര ചീകി എടുത്തിട്ടുള്ളതാണ്, അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് ചെറുപഴമാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത്തപ്പഴം വേണമെങ്കിലും ചേർക്കാം, ഏത് വേണമെങ്കിലും ചേർക്കാം. ഞാൻ ഇവിടെ ചെറുപഴം ഇരിക്കുന്നതുകൊണ്ട് ചെറുപഴമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു, നന്നായിട്ട് മിക്സ് ചെയ്തു കേട്ടോ. അപ്പോൾ ദേ ഈ ഒരു കൺസിസ്റ്റൻസിക്കാണ് ഞാൻ മാവ് എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും. ഇനി നമുക്ക് വാഴല എടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ടാണ് കേട്ടോ വാഴല എടുത്തിട്ടുള്ളത്, കാരണം പൊട്ടി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് നമുക്ക് കുറച്ച് മാവ് ആ വാഴയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ പരത്തി എടുക്കാം കേട്ടോ. ഇനി നമുക്കതിൻ്റെ ഒരു വശത്തായിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. സെൻറ്ററിലല്ല, നമ്മൾ ഒരു വശത്തായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റാണ്, ഈ ഒരു വെള്ളം ചേർത്തിട്ടുള്ളതെന്ന് വെച്ചാൽ വളരെ കറക്റ്റാണ്. ഇനി നമുക്കിത് ആവിയേറ്റി എടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഫില്ലിങ്ങിൽ നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഏലക്കാപ്പൊടി പിന്നെ അതുപോലെ തന്നെ ജീരകപ്പൊടിയും ചേർക്കാം കേട്ടോ. ഞാൻ ചേർത്തിട്ടുണ്ട്, ഞാൻ പറയാൻ വിട്ടുപോയതായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് ഫില്ലിങ്ങിന് ഏത് ഫ്ലേവറാണോ ഇഷ്ടം, ഏലക്കാപ്പൊടിയുടെ ആണെങ്കിൽ ഏലക്കാപ്പൊടി ചേർക്കാം, ജീരകത്തിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടമെങ്കിൽ ജീരകം ചേർക്കാം കേട്ടോ. ഒരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ നമുക്കിത് ആവിയേറ്റി എടുക്കാം. ഇഡലി ചെമ്പിലാണ് ഞാൻ അവിടെ ആവിയേറ്റി എടുക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്കിത് ചുട്ടെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ആവിയേറ്റിയാണ് എടുത്തിട്ടുള്ളത്. ചുട്ടെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ ഇത് പിള്ളേർ വരുമ്പോൾ റെഡിയാക്കാൻ പാകത്തിനുള്ളൊരു സ്നാക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ എന്താ പറയുക, സ്വാദിഷ്ടമായ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. നിങ്ങളാരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.